നമസ്തേ. അറിയാനും അറിയിക്കാനും തർക്കിക്കാനും വിജയിക്കാനും അല്ല. ഇന്ന് തിരക്കേറിയ ജീവിതത്തിനുള്ളിൽ നിർദോഷികളായ നാം പലരും അറിഞ്ഞോ അറിയാതെയോ പല കോടതി പോലീസ് സ്റ്റേഷൻ വ്യവഹാരങ്ങൾ ചെന്ന് പെടാറുണ്ട്. മെയ്വഴക്കവും അഭ്യാസവും നിറഞ്ഞ ധാർഷ്ട്യത നിറഞ്ഞ ഉദ്യോഗസ്ഥരും നിർദോഷികളും നിരപരാധികളും എന്നാൽ യജമാനസ്ഥാനത്ത് ഇരിക്കേണ്ടതുമായ ജനങ്ങൾ അങ്ങനെ പതറിപ്പോകാറുണ്ട്. ചെറിയൊരു സൈക്കിൾ ആക്സിഡൻ്റ് ആകാം, അല്ലെങ്കിൽ മോട്ടോർ ബൈക്ക് ആക്സിഡൻ്റ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു കള്ളം കയറിയതാകാം, പട്ടി അടിച്ചതാകാം. ആ സമയത്തൊക്കെ എതിർഭാഗത്ത് ഇരിക്കുന്നവർ നല്ല മെയ്വഴക്കം വന്നവരായാൽ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ പതറിപ്പോകാനും നിങ്ങളുടെ കേസുകൾ നിങ്ങൾ വാദിയായാലും പ്രതിയായാലും നിങ്ങൾക്ക് പരാജയം സംഭവിക്കാനിടയാണ്. ആധുനിക യുഗത്തിൽ അതിനിടവരാതെ നിങ്ങൾ യജമാനാണെന്നുള്ള ബോധത്തോടു കൂടി നിങ്ങൾ പോകാനുള്ള നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ഭരണഘടന ഉറപ്പു തരുന്നു. അതെന്താണെന്നൊന്ന് പറഞ്ഞു തരാം. നിയമം അനുസരിച്ച് 1961 ലോയേഴ്സ് ആക്ട് സെക്ഷൻ 32 അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കേസുകൾ സ്വയം വാദിക്കാനുള്ള അവകാശമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ നിങ്ങൾ വാദിയായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പകരമായിട്ടാണ് ഒരു വക്കീലിനെ വെക്കുന്നത്. നിങ്ങളുടെ ശമ്പളക്കാരനാണ് ശരിക്കും. അവർ മെയ്വഴക്കം വന്ന കാരണം നിങ്ങൾ പെട്ടെന്ന് ഒരു വക്കീലിനെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ചോയ്സ് ഇല്ലാണ്ട് വരികയും കേസ് വിജയിച്ചാലും ഇല്ലെങ്കിലും അവർക്ക് യാതൊരു ഉത്തരവാദിത്തം ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരും. അതിനു പകരം കേസ് എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്ക് സാവകാശമുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഡിജിറ്റൽ ചാറ്റ് GPT ഒക്കെ ഉള്ള സമയമായതുകൊണ്ട് ഏതെങ്കിലും ഒരു അക്ഷയ സെൻറ്ററിൽ പോയിട്ട് അഥവാ നിങ്ങൾക്കെതിരെ കേസ് വരികയാണെങ്കിൽ സമൻസോ എല്ലാം കിട്ടുകയാണെങ്കിൽ ആ സമൻസിൽ ഉള്ള സെക്ഷൻ പ്രകാരം നിങ്ങൾക്കെതിരെയുള്ള വകുപ്പുകളും ശിക്ഷ എന്താണെന്നും അറിയാം. എന്നിട്ട് ഇത് പ്രകാരം പറ്റിയാലൊരു വക്കീലിനെ സമീപിക്കുക. ഇന്നതിനൊക്കെയാണ് എനിക്ക് എതിരെയുള്ള കേസ്, ഇതിലെൻ്റെ വിജയസാധ്യത എത്രയുണ്ടെന്ന് ചോദിച്ചാൽ പ്രാഗൽഭ്യമുള്ള ഒരു വക്കീലിൽ നിന്ന് അറിയാൻ സാധിക്കും. അതിന് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയത്തിനുള്ള കൺസൾട്ടൻസി ഫീസ് നിങ്ങൾ കൊടുക്കണം. കാര്യം നത്തിങ് ഈസ് ഫ്രീ ഇൻ ദി വേൾഡ്. അതിനുശേഷം തൃപ്തരായിക്കഴിഞ്ഞാൽ അവരെ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സെൻറ്ററിൽ പോയിട്ട് ഇതിനൊരു മറുപടി കൃത്യമായിട്ട് നിങ്ങൾ തന്നെ ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് നിങ്ങൾക്ക് 5 കോപ്പി നിങ്ങൾ വെക്കുക. കോടതിയിൽ നിങ്ങൾക്ക് തന്നെ വാദിക്കാൻ പറ്റും. അതിന് ഇന്ത്യൻ എവിഡൻസ് ആക്ട് അല്ല, ഇന്ത്യൻ ലോയേഴ്സ് ആക്ട് 1961 സെക്ഷൻ 32 ആണ്. ചില അവസരങ്ങളിൽ നിങ്ങളെക്കാൾ പ്രാഗൽഭ്യമുള്ള നിങ്ങളുടെ ബന്ധുക്കളെയോ നിങ്ങളുടെ സുഹൃത്തുക്കളെ പോലും വക്കീലായിട്ട് എൻറോൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കോടതിയിൽ നിങ്ങൾ പകരം കേസ് വാദിക്കാൻ വേണ്ടി സമീപിക്കാം. പക്ഷേ അക്കാര്യത്തിൽ കോടതിയുടെ അനുമതിയോട് തേടിയിരിക്കണമെന്ന് മാത്രം. അപ്പം ഇത്രയും ഈ വിധ കാര്യങ്ങൾ അറിയുക. അതുപോലെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലോ കോടതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളോട് ഈ ഉദ്യോഗസ്ഥർക്കാർക്കും അപമര്യാദയായിട്ട് പെരുമാറുള്ള യാതൊരു അവകാശവുമില്ല. അങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വീഡിയോ എടുക്കാനും അവരുടെ പേര് ചോദിക്കാനും നിങ്ങൾ കൊടുക്കുന്ന പരാതിക്ക് റെസിപ്റ്റ് വാങ്ങാനുള്ള പൂർണ്ണ അധികാരം നിങ്ങൾക്കുണ്ടെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കുറ്റാരോപിതനായതുകൊണ്ട് ഒരിക്കലും പ്രതിയാവുന്നില്ല. കുറ്റാരോപിതനാണെങ്കിലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന നിങ്ങൾക്ക് നിയമസഹായം തരാൻ ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി അപ്പോയിൻ്റ് ചെയ്യുന്ന വക്കീലിൻ്റെ പേരാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ. അത് കോടതിയുടെ വലിപ്പം അനുസരിച്ച് പബ്ലിക് പ്രോസിക്യൂട്ടർ APP അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയിൽ കൂടെ തരും. അഥവാ ആ ആൾ തൃപ്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കോടതിയെ സമീപിച്ചിട്ട് എനിക്ക് വേണ്ടി ഹാജരാകുന്ന വക്കീലിനെ മാറ്റി തരണമെന്നുള്ള നിർദ്ദേശം നിങ്ങൾക്ക് കോടതിയോട് സമർപ്പിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം. വീണ്ടും കാണും വരെ.